എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ അജസ് വിദ്യാവീതിയിൽ നിന്നാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ നമുക്കിനി നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ. അതായത് ഏകദേശം 17 ദിവസങ്ങൾ മാത്രമാണ്. ഇന്നത്തെയും കൂടെ കൂട്ടി 18 ദിവസങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ 18 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ കേട്ടിട്ട് നമുക്ക് വൃത്തിയായിട്ട് മേടിച്ചെടുക്കാം എന്നുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ ഈ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുറെ ആളുകളെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ബാച്ചിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് ഇന്ന് അഡ്മിഷൻ എടുത്തവരാണ്. നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്ന കരാർ എന്ന് പറയുന്നത്, നമുക്ക് സൈക്കോളജി, മാത്സ് ഈ രണ്ട് വിഷയങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട്, എന്നാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് ഒരു ബാച്ച് നടത്തി തീർക്കാം എന്നാണ് നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ദിവസത്തെ 7 മണിക്ക് നമുക്ക് ഇപ്പൊ ഈ പറയുന്ന 7:30 മണിക്ക് നമുക്ക് സൈക്കോളജിയുടെ ക്ലാസ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ അതിനുശേഷം മറ്റൊരു വിഷയം ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ക്ലാസ്സും ഉണ്ടാവും. പിന്നെ നമുക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്ര പേര് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാവീതിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ, വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഇടും. ഇന്നത്തെ 9 മണിയുടെ ക്ലാസ് കഴിയുമ്പോൾ, ഇന്ന് രാത്രിയിൽ നിലവിൽ ഇന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാവർക്കും ആപ്ലിക്കേഷൻ അവൈലബിൾ ആക്കും. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു ചുരുക്കം വീഡിയോയും നിങ്ങൾക്ക് തരും. ആ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. നിലവിൽ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, നമ്മുടെ പഴയ ബാച്ചിനൊക്കെ കൊടുത്ത റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കാണാം. നമ്മുടെ ഇപ്പൊ മലയാളത്തിന്റെ ക്ലാസ് നമ്മൾ 3 ദിവസമായി നടക്കുന്നു. അപ്പൊ 3 ദിവസത്തെ മലയാളത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ കാണാം. തുടർന്ന് നിങ്ങൾക്ക് ഇന്ന് മുതൽ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മലയാളത്തിന്റെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ 9 മണി സമയത്ത്, രാത്രി 9 മണി സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും തരിക മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ. ഉദാഹരണം പറയുകയാണെങ്കിൽ EVS നമ്മൾ കാറ്റഗറി 1 മാത്രമേ പുതുതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വിഷയം വേറെ എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് 2 പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നമ്മുടെ സോഷ്യൽ സയൻസ് കിടപ്പുണ്ട്, അതുപോലെ തന്നെ സയൻസിന്റെ ക്ലാസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് കാണുന്നതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. അതുപോലെ കാറ്റഗറി 4ന്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം. അതിൻ്റെ ഒന്നും യാതൊരു തടസ്സങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ് എടുത്തു തരുന്നത് ഈ പറയുന്ന സൈക്കോളജിയുടെ ക്ലാസ്സും അതുപോലെ തന്നെ മാത്സിന്റെ ക്ലാസ്സും ഫുൾ സിലബസ് ക്ലാസ് എടുക്കും. അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മറ്റു മലയാളം, പിന്നെ EVS ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് തരും. അങ്ങനെ നമ്മൾ ആകെ മൊത്തത്തിൽ ഒരു ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. ശേഷം 21-ാം തീയതി നമ്മുടെ കേട്ടിട്ട് കലാശക്കൊട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും നടത്തുന്നത് പോലെ രാവിലെ 8 മണിക്ക് തുടങ്ങി 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കലാശക്കൊട്ടോട് കൂടി നമ്മുടെ ഈ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കും. 22-ാം തീയതി നമുക്ക് കാറ്റഗറി 1ന്റെയും 2ന്റെയും പരീക്ഷയാണ്. മാറ്റം ഒന്നും വന്നില്ലെങ്കിൽ. ഇനി അതുപോലെ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 10-ാം തീയതി നമ്മൾ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഈ ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് നേടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മൾ ചെറിയ ഫീസേ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക്. നമ്മൾ അത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കലാശക്കൂട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കുചേരുമ്പം ശ്രദ്ധയോട് കൂടി ഇരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ പല ഓപ്ഷനുകളും ബട്ടണുകളും ഒക്കെ ഇതിൽ കാണും. നമ്മൾ കുഞ്ഞു പിള്ളേരൊന്നും അല്ല. അനാവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങൾ നിങ്ങൾ ഓൺ ആക്കേണ്ട. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പല സംഭവങ്ങൾ, ആക്ടിവിറ്റീസ്, അതുപോലെ പോള്, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ നിങ്ങൾ കാണും. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. നമുക്ക് ആവശ്യമില്ലാത്തതിലൊന്നും നമ്മൾ മെനമണിയാൻ പോകണ്ട. ഒരു വലിയ ബുക്ക് മേടിക്കുക. വലിയ ബുക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാകുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതി വെക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാം. കൺസേൺ ടീച്ചർമാർക്ക് ഞാനത് അയച്ചു കൊടുത്തത് നിങ്ങൾക്ക് തിരുത്തി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം സ്വാഗതം വിദ്യാവീതിയിലേക്ക് ഒരിക്കൽ കൂടി. നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇന്നൊരു പുതിയ വിഷയമാണ് സൈക്കോളജി. നമ്മുടെ സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വിദ്യാവീതിയുടെ പ്രാരംഭഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അലീന ടീച്ചറാണ്. അലീന ടീച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് ക്ലാസിന്റെ ഇടയിൽ മനസ്സിലാവും. ടീച്ചർ ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ ഏറ്റവും ലളിതമായിട്ട് സൈക്കോളജിയുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒത്തിരി ഗുണപ്രദമാവട്ടെ. നമുക്ക് മിനിമം 22 മാർക്കെങ്കിലും ഈ സൈക്കോളജിയിൽ നമുക്ക് മേടിക്കാൻ പറ്റണം. അതുപോലെ തന്നെ സൈക്കോളജി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പെഡഗോജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെല്ലാ വിഷയത്തിലും വരുന്നതാണ്. എല്ലാ വിഷയത്തിലും 10 മാർക്ക് വീതം വെച്ച് പെഡഗോജി വരുന്നതാണ്. ആ 10 മാർക്കിന് നമുക്ക് 7 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം. അതിന് ടീച്ചറിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകരിക്കും. നമുക്കിപ്പോ നിലവിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് 108 പേരാണ്. ആ 108 പേരിൽ നമുക്ക് ഏകദേശം 74 പേര്, ഞങ്ങളെ 2 പേരെ ഒഴിവാക്കിയാൽ 72 പേര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. 72 പേർക്കും വിജയിക്കാൻ പറ്റട്ടെ. തുടർന്ന് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട അലീന ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. ടീച്ചറെ, നമുക്ക് തുടങ്ങാം. ശരി സാറേ. ഓക്കെ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൈക്കോളജി നമ്മളൊന്നേം തുടങ്ങാൻ പോവാണ്. അപ്പം അതിൽ ഇപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എക്സാംസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി 1 ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ സൈക്കോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ട്രെൻഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യത്യാസപ്പെട്ടു അല്ലേ. നമ്മുടെ നമ്മുടെ PSC പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പം എന്താണ്, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടു. അപ്പം നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ നോക്കുക, നമ്മുടെ ഉള്ളിലേക്കൊന്ന് കയറ്റുക. അപ്പം നമ്മൾ പറയുന്ന ഓരോ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോട്ട് എഴുതാനുള്ള സമയമല്ല. ആദ്യമേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മൾ പിള്ളേരോട് പറയുന്ന പോലെ എന്താണ്, ഒരു കാര്യം നോട്ട് എഴുതാനുള്ള സമയമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ നമ്മൾ പറയുന്നതിന് നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എന്താ നിങ്ങളുടെ ഷോർട്ട് ഫോം ആയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എഴുതിയെടുക്കുക. അതല്ലാതെ നമ്മുടെ നോട്ട് എഴുതാനുള്ള സമയമല്ല. കാരണം ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾത്തിട്ട് ആദ്യം നമ്മൾ കേൾക്കുക. അത് നമുക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടോ, എന്നോട് ചോദിക്കാനുള്ള അവസരമുണ്ട്, റിപ്പീറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് പറയാം. പക്ഷേ എന്താണ്, നോട്ട് എഴുതാൻ പോയിട്ട് അയ്യോ അത് കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥ വരരുത്. നമുക്ക് നോട്ടൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് അറിയാലോ, എന്തായാലും നിങ്ങൾക്ക് നോട്ട് കിട്ടും. പക്ഷേ പറയുന്ന കാര്യം അപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കി ഉള്ളിലോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നോട്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാൽ മതി. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്, നോട്ട് എഴുതാനുള്ള സമയമല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം അങ്ങനെ തന്നെ നമുക്കങ്ങ് പോകാം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ തുടങ്ങുന്ന ഭാഗം നമുക്കറിയാമല്ലോ, എപ്പോഴും വളർച്ച വികസനം അല്ലേ, വളർച്ചയും വികസനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ അവിടെ സൈക്കോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് വരുന്നൊരു ഭാഗമാണ് നമ്മുടെ വളർച്ചയും വികസനവും, അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം എന്താണ് വളർച്ച. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് കാണാവോ? കാണാമോ? ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ കഴിഞ്ഞ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോക്കിക്കോ. ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ, കുട്ടിക്കാലം മുതൽ മരണം വരെ, കുട്ടിക്കാല പൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ, ജനനപൂർവ്വ കാലം മുതൽ കൗമാരം വരെ. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഓപ്ഷൻ ഡി. പോരട്ടെ. ഇനി വേറെ ഓപ്ഷൻസ് ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യുന്ന കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് പറയാം, ഞാൻ പറയുമ്പോൾ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം, അല്ലാത്തപ്പോ നിങ്ങൾ മൈക്ക് എന്ത് ചെയ്യാൻ മ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഇനി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം ഓപ്ഷൻ എ പറഞ്ഞവരുണ്ട്, ബി പറഞ്ഞവരുണ്ട്. ബി പറഞ്ഞ ഞാൻ കേട്ടു. അപ്പം എന്താണ് ഇതിൽ വരുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്, എപ്പോഴാണ് ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ എന്താണ്, ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ, അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ മരണം വരെ. നമുക്കറിയാം എന്താണ് വികാസം എന്ന് പറയുന്നത്, എന്താണ് ഒരു സമയം വരെ ഉള്ളോ? അല്ല, അതൊരു മരണം വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. പ്രായം എന്ന് പറയുന്നത് എന്താണ്, വികാസത്തിനൊരു തടസ്സമല്ല. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ജനനപൂർവ്വ, അതായത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് എന്താണ് വികാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ. അപ്പൊ ഓപ്ഷൻ ബി പറഞ്ഞവരൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അവിടെ എവിടുത്തെ ആൻസർ ഏതാണ്? എ ആണ്. എന്താണ്, ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെയാണ് നമ്മളുടെ ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്. ആദ്യം ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിലെ ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നു, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലൂടെ പോകുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ്,
ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണെന്നല്ലേ. അപ്പം വളർച്ച വ്യക്തിയുടെ സമഗ്രമായ മാറ്റമാണ്. ഫോർത്ത് വൺ, വളർച്ച ഗുണാത്മകമാണ്. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? 1 മാത്രം, 2 മാത്രം, 1ഉം 2ഉം മാത്രം, 3ഉം 4ഉം മാത്രം? ഏതായിരിക്കും ആൻസർ? ABCD പറയാമോ ആർക്കേലും? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, വേറെ ഓപ്ഷൻ ഉണ്ടോ ആർക്കേലും? ഇനി വേറെ ഉത്തരങ്ങളുണ്ടോ? ആർക്കും ഉത്തരവില്ല? ഓപ്ഷൻ ഡി തന്നെ. ഡി തന്നെ. ഓക്കെ, അപ്പം എല്ലാവരുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന് ഞാൻ വിചാരിക്കുക, കാരണം വേറെ ആരും പറയുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ആൻസേഴ്സ് നോക്കിക്കോളാം. അല്ല, നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ്? ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ പ്രസ്താവനയെ ചോദിച്ചേക്കുന്നത് അല്ലെ. ഒന്നാമത്തെ എന്താണ്? വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. എന്താണ് പരിപക്വനം എന്ന് പറഞ്ഞാൽ? എന്താണ്? മച്യൂറേഷൻ അല്ലെ. പഠനം ലേണിംഗ് അറിയാം. അപ്പം പഠനത്തെയും പരിപക്വതയെയും ആശ്രയിച്ചാണ് വളർച്ചയിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും ചിന്തിക്കാതെ നിങ്ങൾ ആൻസർ പറഞ്ഞ് ഓപ്ഷൻ ഡി ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡി പറയാൻ കാരണം? കാരണം ഇവിടെ നോക്കിക്കേ, എന്താണ് വളർച്ച? അതായത് ഒരു ഇത്ര വയസ്സായ കുട്ടിക്ക് ഇത്ര വളർച്ചയെ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അതായത് ഒരു കുട്ടി ഇപ്പം നമ്മൾ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർച്ച വെച്ചിട്ട് നമുക്ക് അതിന്റെ മെച്യൂറേഷനും അല്ലെങ്കിൽ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയാൻ പറ്റൂ? ഇല്ലല്ലോ. കാരണം അത് വേരി ചെയ്തിരിക്കാം. ആ കുട്ടിയുടെ മെച്യൂറേഷനെയോ പഠനത്തെയോ ഒന്നും അതിന്റെ വളർച്ച സ്വാധീനിക്കുന്നില്ല. കാരണം എന്താണ്? വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം വെക്കുന്നു, വണ്ണം വെക്കുന്നു അല്ലെ. അത് പല കാരണങ്ങൾ കൊണ്ട് വേരി ചെയ്തിരിക്കാം. അത് തീർച്ചയായിട്ടും ഒന്നാമത്തെ ആൻസർ എന്താണ്? തെറ്റല്ലേ. രണ്ടാമത്തെ ഏതാണ്? വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. ശരിയാണ്. കാരണം എന്താണ്? വളർച്ച എന്ന് പറയുന്നത് വികസനത്തിന് ഒരുപക്ഷെ കാരണമാകാം, ഇല്ലെങ്കിൽ അല്ലെന്നും വരാം. കാരണം വളർച്ചയുണ്ടെന്ന് വെച്ചിട്ട് വികാസം ഇല്ല, വളർച്ചയുണ്ടെന്ന് വെച്ചിട്ട് വികാസം ഉണ്ടാവണമെന്നില്ല. ഇനി വികാസം ഉണ്ടെന്ന് വെച്ചിട്ട് അതുപോലെയുള്ള മച്ചുറേഷൻ അല്ലെങ്കിൽ വളർച്ചയും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് നമുക്ക് പരിഗണിക്കാം. ഇനി മൂന്നാമത്തെ എന്താണ്? വളർച്ച വ്യക്തിയുടെ സമഗ്രമായ മാറ്റമാണ്. ആണോ? ഒരു കുട്ടി വളർന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സമഗ്രമായ മാറ്റത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുമോ? ഇനി നാലാമത്തെ ഓപ്ഷൻ എന്താ? വളർച്ച ഗുണാത്മകമാണ്. ആണോ? വളർച്ച ഗുണാത്മകമാണോ? എങ്ങനെ നമ്മൾ ഗുണാത്മകമാക്കും? അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ഉയരം, അതുപോലെ തൂക്കം, ഇതൊക്കെ നമുക്ക് അളക്കാനേ പറ്റുള്ളൂ. അതൊരു ഗുണമായിട്ട് നമുക്ക് ഗുണാത്മകമായിട്ട് നമുക്ക് അവിടെ എങ്ങനെ നിങ്ങൾ അളക്കും? ഇപ്പൊ നിങ്ങൾ നോക്കി ഒരു കാര്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തെറ്റരുത്. നമ്മൾ നന്നായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ടേ ആൻസർ പറയാവുള്ളൂ. ഇനി ഓപ്ഷൻ അപ്പൊ ഇത് ഏതാണ് ആൻസർ വരുന്നത്? 2 മാത്രം എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. തെറ്റ് പറഞ്ഞവരും ഇനി പറയാതിരുന്നവരും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വികാസ തത്വവുമായി യോജിച്ചു പോകാത്ത പ്രസ്താവന. എന്താണ്? യോജിച്ചു പോകാത്ത പ്രസ്താവനയാണ്. വികാസം ഒരു ക്രമം പാലിക്കുന്നു. ഇവിടെ നമ്മുടെ ആൻസർ ടിക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എളുപ്പമായല്ലോ അല്ലെ. വികാസത്തിൽ വ്യക്തിവ്യത്യാസം നിലനിൽക്കുന്നു. വ്യത്യസ്ത വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ഒരു ഉൽപ്പന്നമാണ് വികാസം. നോക്കിക്കേ, നമുക്കിവിടെ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? യോജിച്ച് പോകാത്ത പ്രസ്താവനയാണ്. അപ്പം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒന്നാമത്തെ വികാസം ഒരു ക്രമം പാലിക്കുന്നു. ശരിയാണല്ലേ, ഒരു ക്രമം പാലിക്കുന്നുണ്ട്. ഇനി എന്താണ്? വികാസത്തിൽ വ്യക്തിവ്യത്യാസം നിലനിൽക്കുന്നു. അത് ശരിയാണോ? ഓരോ വ്യക്തിയെയും വ്യത്യസ്തത അനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും വികാസം. അല്ല, അവിടെ വികാസം എന്ന് പറയുന്നത് വ്യക്തിയെ അനുസരിച്ചല്ല. അവിടെ പലതരത്തിലുള്ള എന്താണ് വ്യക്തിവ്യത്യാസം വികാസത്തില് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ പ്രായത്തിലാണെങ്കിലും എന്താണ് നമുക്കവിടെ ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന വികാസം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രായത്തിനനുസരിച്ച് എന്താണ് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ അത് വളർച്ചയെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. ഇനി വ്യത്യസ്ത വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, അത് ശരിയാണ്. ഇനി പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ഒരു ഉൽപ്പന്നം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത്? വികാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ഒരു പ്രോഡക്റ്റ് ആണ്, ഉൽപ്പന്നമാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ മൂന്നും എന്താണ്? ചേരുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? യോജിച്ചു പോകാത്ത വ്യക്തിവ്യത്യാസം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ യോജിച്ചു പോകാത്ത പ്രസ്താവന. ഇത്തരത്തിലാണ് നമുക്ക്
നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ കഴിഞ്ഞ എക്സാംസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി എന്താണ് വളർച്ച? നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അറിയാം അല്ലെ? എന്താണ് നമ്മുടെ പിണ്ഡത്തിൽ ഉണ്ടാകുന്ന വർധന, അതായത് ഉയരം വെക്കുന്നു, അതുപോലെ തന്നെ എന്താണ് വെയിറ്റ് കൂടുന്നു എന്നൊക്കെ പറയുന്ന അത് എന്താണ് നമ്മൾ കഴിയുന്ന ഭക്ഷണങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഇപ്പൊ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവരുടെ വളർച്ച എന്ന് പറയുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ അവരുടെ പിണ്ഡത്തിൽ ഉണ്ടാകുന്ന വർധനയാണ്. അതുപോലെ തന്നെ ഘടനാപരവും ശാരീരികപരവുമായ മാറ്റമാണ് വളർച്ച എന്ന് പറഞ്ഞാൽ അല്ലെ? എന്താണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ ഘടനയിലും അവരുടെ ശാരീരികപരമായ മാറ്റം സംഭവിക്കുന്നു. ആ മാറ്റങ്ങളെയാണ് അവരുടെ വളർച്ച എന്ന് പറയുന്നത് അല്ലെ? വളർച്ചയിൽ പല പല എന്താണ് മാറ്റങ്ങൾ അവരുടെ ശരീരത്തായിട്ടും ഘടനാപരമായിട്ട് അവർക്ക് ഉണ്ടാകുന്നു. ഇനി എന്താണ് ഗണാത്മകം? നമ്മൾ പറയില്ലേ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലെ? എന്താണ് നമുക്ക് അളക്കാൻ സാധിക്കും. ഒരു കുട്ടിയുടെ ഉയരം അളക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ എന്താണ് തൂക്കം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് വളർച്ച എന്ന് പറയുന്നത്? ഗുണാത്മകമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്ന അതേ ഓപ്ഷൻസ് തന്നെ നമ്മളിപ്പം കണ്ട ക്വസ്റ്റ്യൻസിലും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. എന്താണ്? പഠനത്തെയും പരിപക്വനത്തെയും ആശ്രയിക്കുന്നില്ല. എന്താണ് വളർച്ച? പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. അത് മനസ്സിൽ ഊന്നി ഉറപ്പിച്ചോണം. എന്താണ്? ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല. ഇനി വളർച്ച വികാസത്തിന് കാരണമായും അല്ലെങ്കിൽ അല്ലെന്നും വരാം. കാരണമായെന്നും അല്ലെന്നും വരാം. എന്ത്? വളർച്ച അല്ലെ? ഇനി ഇത്രയും കിട്ടിയോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? എല്ലാവരും ഉണ്ടോ അവിടെ? ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് അടുത്ത ഓപ്ഷൻ? സഞ്ചിതമായതിനാൽ അളക്കാനും നിരീക്ഷിക്കാനും കഴിയും. നോക്കിക്കേ, എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നേ? സഞ്ചിതമായത്. എന്താണ് സഞ്ചിതം? അപ്പൊ നിങ്ങളോട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരികയാണ്, വളർച്ച എന്ന് പറയുന്ന സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്, അല്ലെങ്കിൽ സഞ്ചിതമായതിനാൽ അളക്കാനും നിരീക്ഷിക്കാനും കഴിയും എന്നൊരു ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ എന്താണ് സഞ്ചിതം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ അവൻ എന്താണ്? ആദ്യമേ അവൻ ചാടി എഴുന്നേറ്റ് ഓടി നടക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നമുക്കറിയാം എന്താണ്? കുട്ടി ആദ്യം ഒന്ന് കമലാൻ നോക്കുന്നു അല്ലെ? പതുക്കെ ആദ്യം കമലുന്നു, പിന്നെ അവൻ എന്താണ്? സൈഡ് ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ നോക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു, അതിനുശേഷം പിടിച്ച് നിൽക്കാൻ നോക്കുന്നു, പിടിച്ചെഴുന്നേറ്റ് പിച്ച വെച്ചാണ് പതുക്കെ അവൻ നടക്കാൻ തുടങ്ങുന്നത് അല്ലെ? അല്ലാതെ നേരെ ചാടി കമലുന്നു, ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു അല്ല. ഓരോ ഘട്ടമായിട്ടാണ് അല്ലെ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഘട്ടം ഘട്ടമായി നടക്കുന്ന രീതിയിൽ, അതായത് ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുക? സഞ്ചിത സ്വഭാവം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ഇതെന്താണ്? ഇപ്പൊ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് അതുപോലെ തന്നെ ഒരു കുട്ടി, ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടി എന്താണ്? ഓരോ ഘട്ടത്തിൽ അവൻ എന്ത് ചെയ്തു? അവൻ ഈ ഘട്ടം ഇനി നേരെ മറിച്ച് അവൻ നടന്നു. ഒരു കുട്ടി ഒരു 1.5 വയസ്സ്, ഒരു വയസ്സായ കുട്ടിയാണെന്ന് വിചാരിച്ചു. അവൻ നടക്കാറായി അല്ലെ? അവൻ നടക്കുന്നുണ്ട്. അപ്പൊ നേരെ അവൻ എന്ത് ചെയ്യാണ്? അവൻ നേരെ രാവിലെ എണീക്കുമ്പോ എന്നാ ഞാന് ഇരുന്നിട്ടാണല്ലോ നടന്നതെന്ന് വിചാരിച്ചിട്ട് ആദ്യം കമലുന്നു, പിന്നെ ഇരിക്കുന്നു, പിന്നെ നടക്കുന്നു. അങ്ങനെയാണോ ചെയ്യുക? അല്ല. അവന് നടക്കാൻ തുടങ്ങി കൂട്ടി നേരെ അവൻ എഴുന്നേൽക്കുന്നു, നടക്കുന്നു അല്ലെ? അപ്പൊ എന്താണ്? ആദ്യമേ ഈ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു? ഘട്ടം ഘട്ടമായി നടന്നു. അതിനുശേഷം എന്താണ്? ടോട്ടലായിട്ട് എന്ത് ചെയ്തു? ആ ഒരു വളർച്ച സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഘട്ടങ്ങളെല്ലാം ടോട്ടലായിട്ട് സംഭവിച്ചു. അല്ലാതെ വീണ്ടും അത് പിന്നീട് പുറകിലേക്ക് പോയി ഘട്ടം ഘട്ടമായി നടക്കുകയല്ല ചെയ്യുന്നത്. വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഘട്ടം ഘട്ടമായി നടന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ടോട്ടലായിട്ട് സംഭവിക്കുന്നു. അപ്പൊ നമ്മുടെ കാര്യം വെച്ചിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അടുക്കളയിൽ ചെന്നിട്ട് ചൂടുള്ള എന്തെങ്കിലും സാധനത്തെ ഇപ്പം ഒരു പാത്രമായിരിക്കും, നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ചൂടായിട്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ വേഗം ചെന്ന് പിടിക്കുമ്പോൾ എന്ത് പറ്റും? കൈ പൊള്ളും അല്ലെ? കൈ പൊള്ളുന്ന സെക്കൻഡിൽ തന്നെ നമ്മൾ കൈ വലിക്കുന്നു, ചിലപ്പം വായിൽ വെക്കും, അല്ലെ നേരെ കൊണ്ടുപോയി ടാപ്പിന്റെ അടിയിൽ വെക്കുക അല്ലെ? അങ്ങനെ ഒരു പെട്ടെന്നൊരു കാര്യം നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ്? എന്റെ ഇത് ചൂടായിരുന്നു, എന്റെ കൈ പൊള്ളി, അതിനുശേഷം ഇനി കൊണ്ടുപോയി എന്താണ് എവിടെ തണുത്ത വെള്ളത്തിൽ കൊണ്ട് വെക്കണം എന്ന് ചിന്തിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. ആ നിമിഷ നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ടോട്ടൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ എന്താ പറയാ, ആദ്യം ഘട്ടമായി നടന്നു, അതിനുശേഷം എന്താണ്? കുട്ടി ഇപ്പം ഈ പറയുന്ന ഒരു ഒറ്റ ടോട്ടൽ ആയിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സഞ്ചിത സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ
നടക്കാറായ കുട്ടി വീണ്ടും ഇതിലേക്ക് തിരിച്ചു പോകുന്നില്ല. അവിടെ ടോട്ടലായിട്ട് അവൻ എന്തൊക്കെ കാര്യം ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്, അവിടെ ആ ടോട്ടലായിട്ടുള്ള മാറ്റം സംഭവിച്ചു. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം വെച്ചിട്ട് കൂട്ടിക്കുഴയ്ക്കൊന്നും വേണ്ട. ഇത്രയും കാര്യം തന്നെ നിങ്ങൾ ഓർത്താൽ മതി. ഒരു പോയിന്റ് എന്താണ്, വളർച്ച എന്ന് പറയുന്നത് സഞ്ചിത സ്വഭാവത്തോടു കൂടിയായതിനാൽ നമുക്കതിനെ അളക്കാനും അതുപോലെ തന്നെ നിരീക്ഷിക്കാനും കഴിയും, അല്ലെ? നമുക്ക് കുട്ടിയുടെ ഓരോ മാറ്റവും നമുക്ക് നിരീക്ഷിക്കാനും അതുപോലെ തന്നെ അളക്കാനും സാധിക്കുമല്ലോ. അത്ര ഓർത്താൽ മതി. പറയുന്നതിന്റെ പേരിൽ ഇനി ആരും കൺഫ്യൂഷൻ അടിച്ച് എങ്ങും പോകണ്ട. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയും. എന്താണ് നമുക്കറിയാം, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളർച്ചയുടേതാണ്. ഇനി വികാസം എന്ന് സ്പീഡ് കൂടുതലുണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? ഇതൊക്കെ നമ്മൾ എന്താ പറയാ, എപ്പോഴും കേട്ടും പഠിച്ചും അതുപോലെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് എന്താ പറയാ ഡെപ്തിലേക്കും പോകണ്ട, അതുപോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഇതിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ക്യാച്ച് ആവുന്നുണ്ടോ? ആവുന്നുണ്ട് അല്ലേ? അതെ, ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ്? സമഗ്രമായ വളർച്ചയാണ്, അല്ലെ? എന്താണ് സമഗ്ര? അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ സമഗ്രമായ, അത് പല പല സമഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പല തലങ്ങളുമുണ്ട്. ഭാഷാപരമായിട്ടുള്ളതുണ്ടാവാം, ഭൗതികപരമായിട്ടുള്ളതുണ്ടാവാം, അല്ലെങ്കിൽ ശാരീരിക ചലനപരമായിട്ടുള്ളതുണ്ടാവാം. ഇനി എന്താ ബുദ്ധി, എന്താ പലതരത്തിലുള്ള എല്ലാ തലത്തിലുമുള്ള ഒരു വികാസമാണ്. എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സമഗ്രമായ മാറ്റം സംഭവിക്കുമ്പോഴാണ് കുട്ടിയിൽ എന്തുണ്ടാവുക എന്ന് പറയാ, ഇവന് വികാസം സംഭവിച്ചു, ഇവന് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയുക. അപ്പൊ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയാണ് അല്ലെങ്കിൽ സമഗ്രമായ മാറ്റമാണ് എന്തെന്ന് പറയുക, ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം. ഇനി ഗുണാത്മകമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ എന്താണ് നമുക്ക് ഇവിടെ അല്ലെ, അവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആണ്, അല്ലെ? വികാസം എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആണ്. നമുക്കതിനെ നേരിട്ട് തൂക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് നോക്കുന്ന പോലെ അളക്കാനും തൂക്കാനും ഒന്നും പറ്റുന്ന കാര്യമില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനസ്യൂത പ്രക്രിയ. എന്താണ് അനസ്യൂത പ്രക്രിയ? അതായത് എന്താണ്, കണ്ടിന്യൂസ് ആണ് നമ്മൾ പറയല്ലേ. എന്താണ് നമ്മുടെ ഈ പറയുന്ന ജനനപൂർവ്വ കാലഘട്ടം, നമ്മൾ പറഞ്ഞില്ലേ ഓപ്ഷനിൽ, ജനനപൂർവ്വ കാലഘട്ടം മുതൽ നമ്മുടെ മരണം വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, അനസ്യൂത പ്രക്രിയ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് എടുക്കാവല്ലോ. വികാസം എന്ന് പറയുന്നത് അനുസ്യൂത പ്രക്രിയയാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരിധി വരെ ഉള്ളൂ, അല്ലെ? ഒരു എന്താ പറയുന്ന, നമ്മൾ പറയുന്ന എന്താണ് പ്യൂബേർട്ടി, അല്ലെങ്കിൽ എന്താണ് ആ ഒരു 18 അല്ലെങ്കിൽ 22 വയസ്സെന്ന് പറയാൻ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വളർച്ച ഏകദേശമൊക്കെ നിന്നു. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെയാണോ? അല്ല, അല്ലെ? മരണം വരെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അനുസ്യൂത പ്രക്രിയ ആണെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇനി പഠനത്തെയും പരിപക്വനത്തെയും ആശ്രയിക്കുന്നു. എന്താണ്, അല്ലെ? തീർച്ചയായിട്ടും നമ്മുടെ ഈ വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തെ ആശ്രയിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ആശ്രയിക്കുന്നുണ്ട്. ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവന്റെ പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ മെച്യൂറേഷൻ, അവന്റെ ഡെവലപ്മെന്റിന് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭൗതികപരമായിട്ടും ഭാഷാപരമായിട്ടും പലതരത്തിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ? ആരാ മൈക്ക് ഓൺ ചെയ്ത് വെച്ചേക്കുന്നേ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇനി അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയാണ്? സമഗ്രമായ വളർച്ച അല്ലെങ്കിൽ സമഗ്രമായ മാറ്റത്തിനാണ് എന്തെന്ന് പറയുക, വികാസം എന്ന് പറയുക. ഗുണാത്മകമാണ്, അതുപോലെ തന്നെ അനസ്യൂത പ്രക്രിയയാണ്, അതുപോലെ തന്നെ പഠനത്തെയും പരിപക്വനത്തെയും ഒക്കെ ആശ്രയിക്കുന്നു. വളർച്ച ആശ്രയിക്കുന്നില്ല. ഇനി വികാസമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മെച്യൂറേഷനെയും ലേണിങ്ങിനെയും ആശ്രയിക്കുന്നു. അത് രണ്ടും അങ്ങനെ തന്നെ ഓർത്തുകൊള്ളുക. ഇത്രയും കിട്ടിയല്ലോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി എന്താണ്, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, എന്താണ് വളർച്ച, എന്താണ് വികാസം? ഇനി നമ്മൾ പറയാറുണ്ട് എപ്പോഴും, നിങ്ങൾ കേൾക്കുന്ന 2 പോയിന്റാണ് ഞാൻ പറഞ്ഞായിരുന്നു. പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് ഇത്. നമ്മുടെ വികാസത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് പാരമ്പര്യവും പര്യാവരണവും അല്ലെങ്കിൽ പരിസ്ഥിതിയും, അല്ലെ? എങ്ങനെയാണ് പാരമ്പര്യം കുട്ടികളുടെ ഈ പറയുന്ന വികാസത്തെ സ്വാധീനിക്കുന്നത്? എന്താണ്, അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ മാതാപിതാക്കൾ ഇപ്പൊ ഒരു ഭൗതിക തരത്തിലുള്ള ഒരു വികാസമാണെങ്കിൽ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്താണ്, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കാം, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് ഹെറിഡിറ്റി പരമായിട്ട് കിട്ടുന്ന കാര്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, പാരമ്പര്യം, അല്ലെ? ആ ഒരു തരത്തിലേക്ക് പറയാം. ഇനി
പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരിസ്ഥിതി, ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതിന്റെ ആദ്യത്തെ പരിസ്ഥിതി ഏതാണ്? അതിന്റെ കുടുംബമാണ് അല്ലെ. അപ്പൊ ആദ്യം അതിന്റെ കുടുംബം, ആ കുടുംബമാണ് അതിന്റെ ഈ പറയുന്ന വികാസത്തെ ആദ്യം അതിനുശേഷം അതിന്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് വിദ്യാലയത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ വിദ്യാലയമാണ്. അപ്പം പരിസ്ഥിതിയിലായിട്ടുള്ള കുടുംബവും വിദ്യാലയവും ഒക്കെ ആ കുട്ടിയുടെ വികാസത്തെ ഒരുപാട് സ്വാധീനിക്കുന്നു. അപ്പം വികാസത്തെ സ്വാധീനിക്കുന്ന നമ്മൾ പറഞ്ഞു, വികാസം എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെയും അതുപോലെ പരിസ്ഥിതിയുടെയും ഒരു ഉൽപ്പന്നമാണ്, പ്രോഡക്റ്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഹെറിഡിറ്റി. ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തോളുക കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വികാസഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ വികാസഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ? ജനന പൂർവ്വഘട്ടം അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞു? ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള സമയം. അതുപോലെ തന്നെ എന്താണ്? ശൈശവം അല്ലെ, ജനനം മുതൽ 3 വയസ്സ് വരെ. എന്താണ്? അതായത് അവിടെ എന്താണ്, ഈ ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള സമയം എന്ന് വളരെ വേഗത്തില് ശാരീരിക മാനസിക വളർച്ച ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ് കേട്ടോ. ഇനി അടുത്തതാണ് ആദ്യ ബാല്യം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ജനനപൂർവ്വഘട്ടം, ശൈശവം, ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്. എന്താണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ബാല്യം. ഇനി ഇവിടെ നമ്മൾക്ക് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്ന ഒരു ഭാഗമായിരുന്നു, നേരത്തെയൊക്കെ വന്നിട്ടുണ്ട്. അതായത് വിദ്യാലയ പൂർവ്വഘട്ടം, അതുപോലെ തന്നെ സംഘബന്ധ പൂർവ്വകാലം, അതുപോലെ കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്ന വികാസഘട്ടം ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് അത്രത്തോളം ഡയറക്റ്റ് ആയിട്ട് പ്രതീക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, എന്താണ്? നമ്മുടെ ആദ്യ ബാല്യത്തെയാണ് എന്തെന്ന് അറിയപ്പെടുക? കളിപ്പാട്ടങ്ങളുടെ കാലം, അതല്ലെങ്കിൽ വിദ്യാലയ പൂർവ്വഘട്ടം എന്നൊക്കെ അറിയപ്പെടുക. ഇനി നമ്മൾ ഈ പറയുന്ന വികാസഘട്ടങ്ങൾ പറയുമ്പം എപ്പോഴും നമ്മൾ കേൾക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഇലക്ട്ര കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും അല്ലെ. ഇത് രണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്താണ്? ഇപ്പം റീസെന്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും ആ 2 കോൺസെപ്റ്റ് എന്താ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തോളുക. എന്താണ് ഇലക്ട്ര കോംപ്ലക്സ്? ഒരു പെൺകുട്ടിക്ക് ആദ്യ ബാല്യത്തിൽ തന്റെ പിതാവിനോട് തോന്നുന്ന അടുപ്പം. ഒരു പെൺകുട്ടിക്ക് എന്താണ് തന്റെ ആദ്യ ബാല്യത്തിൽ പിതാവിനോട് തോന്നുന്ന അടുപ്പമാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ നേരെ ഈഡിപ്പസ് ആണെങ്കിലോ, ഈഡിപ്പസ് കോംപ്ലക്സ് ആണെങ്കിൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ആദ്യ ബാല്യത്തിൽ ഒരു ആൺകുട്ടിക്ക് സ്വന്തം മാതാവിനോട് തോന്നുന്ന അടുപ്പം. അപ്പൊ ഈ 2 കോൺസെപ്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലിട്ടേക്കുക കേട്ടോ. അപ്പം ഇനി ഈ പറയുന്ന ആദ്യ ബാല്യത്തെ ഇലക്ട്ര കോംപ്ലക്സിന്റെയും ഈഡിപ്പസ് കോംപ്ലക്സിന്റെയും കാലം എന്ന് വിളിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആദ്യ ബാല്യത്തെ ഇലക്ട്ര കോംപ്ലക്സിന്റെയും ഈഡിപ്പസ് കോംപ്ലക്സിന്റെയും കാലം എന്ന് വിളിച്ചത്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിനെ നമ്മൾ പറയുമ്പം ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് നമ്മൾ പറയുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് കേട്ടോ. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി ഇനി നമ്മൾ പറഞ്ഞത് ആദ്യ ബാല്യം, അതിന്റെ കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഏതാണ്? പിൽക്കാല ബാല്യം അല്ലെ. എന്തൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളുക. അതായത് കൂടുതൽ നിങ്ങൾ ഡെപ്തിലേക്ക് പോകണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇതിനോട് കണക്ട് ചെയ്ത് പോയാൽ മതി. അടുത്തതാണ് നമ്മുടെ പിൽക്കാല ബാല്യം, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലം അല്ലെ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞൊരു കുട്ടി സ്കൂളിൽ പോയി അല്ലെ, അവന്റെ സ്കൂൾ കാലഘട്ടം തുടങ്ങി ഒരു കൗമാരത്തിലെത്തുന്ന വരെയുള്ള സമയമല്ലേ അല്ലെ. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഘബന്ധ കാലം, അല്ലെങ്കിൽ എന്താ പറയുക, സെയിം ഏജിലുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്ന സമയമാണ്. പിയർ ഗ്രൂപ്പ് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ സംഘബന്ധ കാലം. ഒരേ ഒപ്പമല്ല, പിയർ ഗ്രൂപ്പുമായിട്ട് കൂട്ടുകൂടുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന പിൽക്കാല ബാല്യം, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രാഥമിക വിദ്യാലയഘട്ടം എന്ന് വിളിക്കാറുണ്ട്, സംഘബന്ധ കാലം എന്നും വിളിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ? പിൽക്കാല ബാല്യം, സംഘബന്ധകാലം എന്നും വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്നും വിളിക്കാറുണ്ട്. കാരണം എന്താണ്? ഈ ഒരു സമയത്താണ് കുട്ടികൾ പിയർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ കൂട്ടുകൂടുന്നത്. ഇനി അടുത്തതാണ് കൗമാരം. അത് നിങ്ങൾക്കറിയാലോ, 12 വയസ്സ് മുതൽ 19 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് വരെ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കാലഘട്ടമാണ് കൗമാരം, അതും നിങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു സമയത്ത് ഈ പറയുന്ന കുട്ടികൾ ഈ പറയുന്ന പിയർ ഗ്രൂപ്പ്, ഇപ്പം
പിയർ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൗമാരമാണ്. എന്താണ്? സംഘബന്ധം ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? കൗമാരമാണ്. അപ്പം നമ്മൾ കാറ്റഗറി 1ഉം 2 ഒക്കെ ആയതുകൊണ്ട് നമ്മളോട് കൗമാരത്തിലേക്കൊന്നും പോയി ചോദിക്കില്ല. എന്നാലും ആ ഒരു കാര്യം പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാവുന്ന, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ജസ്റ്റ് റീകോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ എന്താണ് ഈ പറഞ്ഞ ഓരോ പോയിന്റ്സ് ഓർത്തിരിക്കുക. അതിനെ നമ്മൾ അങ്ങ് ക്വസ്റ്റ്യനിലേക്ക് നോക്കി ചെയ്തോളാം. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരുന്നു, ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് അറിയാല്ലേ ഏത് രീതിയിൽ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആ കാര്യങ്ങളിലൂടെ ഒന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരും എന്നല്ലാതെ ഈ ഭാഗത്തു നിന്ന് ഒരുപാട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളതൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അതെന്താണ് നിങ്ങളെ മനസ്സിലാക്കുക, അത് ജസ്റ്റ് നമ്മൾക്ക് ഓരോ പോയിന്റ് മനസ്സിലുണ്ടാവുക. അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാലകശേഷി. നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതുപോലെ അല്ലെങ്കിൽ അത് രണ്ടും പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അടുത്ത വികാസ ഘട്ടങ്ങളിലേക്ക് പോകാം. അല്ലെങ്കിൽ ഏതൊക്കെ തലങ്ങളിലാണ് കുട്ടികളിൽ ഈ വികാസങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിലാദ്യമേ നമ്മൾ പറയാൻ പോകുന്നതാണ് ചാലകശേഷി വികസനം, സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ് അല്ലെ. ആരാണ് സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ചാലകശേഷി വികസനത്തെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആരാണ്? നിങ്ങൾക്ക് കമന്റ് ചെയ്യാലോ അല്ലെ. കമന്റ് ചെയ്യാം. ആരാണ്? ആരാ? എലിസബത്ത്. യെസ്, എലിസബത്ത് ഹാർലോക്ക് ആണ്. അപ്പം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ പല ഓപ്ഷൻ തരാം. പക്ഷെ ആരാണ് നമ്മുടെ ചാലകശേഷി വികസനത്തിന്റെ ആള്? ഹെർലോക്ക് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഹെയർ ലുക്ക് എന്ന് പറയില്ലേ, അവളുടെ അതെ നമ്മൾ ഹെയർ ലുക്ക് എന്ന് പറയില്ലേ, ആ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പം എന്താണ് ഹെയർ ലുക്ക് എന്താണ്? അപ്പോൾ ഇവിടെ ചാലക ശേഷി വികസനം അത് ജസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തോളുക. അപ്പൊ എലിസബത്ത് ഹാർലോക്ക് ആണ് ആദ്യമായി ഇതിനെപ്പറ്റി പഠനം നടത്തിയത്. ഇനി അതായത് എന്താണ് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് സ്ഥൂലശേഷി വികസനം, സൂക്ഷ്മശേഷി വികസനം, അതുപോലെ തന്നെ പ്രോക്സിമോ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ സെഫാലോകോഡൽ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും അല്ലെ. എന്താണ് അപ്പം ഈ പറയുന്ന ചാലകശേഷി വികസനത്തിൽ വരുന്ന കുറച്ച് പോയിന്റ്സ്, അതൊന്നും ജസ്റ്റ് ഇപ്പം കുറെ റീസെന്റ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ പറഞ്ഞു പോകാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്ന പോയിന്റ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കയറ്റി ഒന്ന് റീകോൾ ചെയ്തേക്കുക. അപ്പം സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ് ആദ്യമായി പഠനം നടത്തിയത് എലിസബത്ത് ഹാർലോക്ക് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് കുട്ടി നമ്മളിപ്പം മുമ്പ് എക്സാമ്പിൾ പറഞ്ഞില്ല, അതുപോലെ ഒരു കുട്ടി അവന് 6 മാസം ആകുമ്പോഴേന് കമലുന്നു, പിന്നെ പതുക്കെ എഴുന്നേറ്റിരിക്കുന്നു, നടക്കുന്നു. അങ്ങനെ അവന്റെ ഓരോ ഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, അവന് ഒരു കുട്ടി 6 മാസം എപ്പോഴാണ് അവൻ കമലുന്നത് ആ സമയം തൊട്ട് അവൻ എഴുന്നേറ്റ് നടക്കുന്ന സമയം വരെ അവൻ പല 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 ചാലകശേഷി വികസന ഘട്ടങ്ങളിലൂടെ കുട്ടി കടന്നു പോകുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് പ്രോക്സിമോ ഡിസ്റ്റലും സെഫാലോകോഡലും. നിങ്ങൾക്ക് അറിയാമോ എന്താണ് സെഫാലോകോഡൽ? ശിരസ്പാദ ദിശാക്രമം. ഒരു കുട്ടിയിൽ എന്താണ് വികസനം നടക്കുന്നത്? ശിരസ്പാദ ദിശാക്രമം അല്ലെങ്കിൽ സെഫാലോകോഡൽ. ആ പേര് അങ്ങനെ തന്നെ ഓർത്താൽ മതി. ശിരസ്പാദ ദിശാക്രമം അല്ലെങ്കിൽ സെഫാലോകോഡൽ ദിശാക്രമം. ശിരസിൽ നിന്ന് ആരംഭിച്ച് പാദങ്ങളിൽ അവസാനിക്കുന്നു. ശിരസ്പാദ ദിശാക്രമം പാലിക്കുന്നതിനെയാണ് സെഫാലോകോഡൽ എന്ന് പറയുന്നത്. ഈ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോക്സിമോ സമീപ ദൂരസ്ഥ അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ. സമീപസ്ഥ ദൂര ദിശാക്രമം ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാർശ്വങ്ങളിൽ അവസാനിക്കുന്നു. ഇത്തരത്തിലുള്ള വികസനത്തെയാണ് ഇതെന്ന് പറയുക
സമീപസ്ഥ ദൂരദിശാക്രമം അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? ക്ലിയർ ആണോ? ഇപ്പൊ പണ്ട് പറഞ്ഞേക്കാമോ? മിസ് ചാലകശേഷി വികസനം പറയാം. ചാലകശേഷി വികസനം ആദ്യമായി പഠനം നടത്തിയത് ആരാണ്? നമ്മൾ അത് നിങ്ങൾ ഒരുപാടൊന്നും അതിലേക്ക് പോകണ്ട. ഇത്രയും കാര്യം ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ അതിന്റെ വക്താവ് ആരാണെന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടണം. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? എന്താണ് കിട്ടേണ്ടത്? ശാരീരിക ചാലകശേഷി വികസനവും എന്താണ് ആരാണ് പഠനം നടത്തിയത്, ആരാണ് അതിന്റെ വക്താവ് എന്ന് ചോദിച്ചാൽ എലിസബത്ത് ഹെർലോക്ക് ആണ്. ഒരു പോയിന്റ് കിട്ടിയേ. ഇനി അടുത്തത് ഈ പറയുന്ന സെഫാലോകോഡില് പ്രോക്സിമോ ഡിസ്റ്റൽ, ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയോ? സെഫാലോകോഡിൽ എന്താണ്? ശിരസ്പാദ ദിശാക്രമം, ശിരസിൽ നിന്ന് ആരംഭിച്ച് പാദത്തിൽ അവസാനിക്കുന്നു. ഇനി പ്രോക്സിമോ ഡിസ്റ്റൽ അല്ലെങ്കിൽ സമീപ ദൂരസ്ഥ ദിശാക്രമം എന്താണ്? അതായത് ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാർശ്വങ്ങളിൽ അവസാനിക്കുന്നു. ഇത് രണ്ടും ഇത്രയും പോയിന്റ് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ? അതുകൊണ്ട് ഒരുപാടൊന്നും നിങ്ങൾ അതിലേക്ക് പോകണ്ട. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു പോകും. മധ്യഭാഗത്തു നിന്ന് ആരംഭിച്ച് പാർശ്വങ്ങളിൽ അവസാനിക്കുന്നു. മധ്യഭാഗത്ത് നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു? പാർശ്വങ്ങളിൽ അവസാനിക്കുന്നു. സമീപ ദൂരസ്ഥ ദിശാക്രമം, മറ്റേത് ശിരസ്പാദ ദിശാക്രമം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി നമുക്ക് എടുക്കാം. നമ്മൾ ചെറിയ അതായത് നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. നമുക്ക് നോക്കണം എന്നുള്ള ഏറ്റവും ചെറിയ പോർഷൻസ് ഏതൊക്കെ, അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഭാഷാ വികസനം. അപ്പം ഭാഷാ വികസനത്തിന് ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട വക്താവ് അല്ലെങ്കിൽ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ലാഡ് എന്ന് പറയുന്ന ടേം ആദ്യമായി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ലാഡ് എന്ന് പറയുന്ന ടേമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തി ആര് എന്ന രീതിയിലൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഭാഷാ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഭാഷാ വികസനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളുക, അതാരെ ഓർത്തോണം അവിടെ? നമ്മുടെ നോം ചോംസ്കി. ഒന്നാമത്തെ പോയിന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഭാഷാ വികസനം ഊന്നൽ നൽകിയ വ്യക്തി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരികയാണ്. അതിൽ നമുക്ക് കുറെ സൈക്കോളജിസ്റ്റുകളെ തന്നിട്ടുണ്ടെങ്കിൽ നോം ചോംസ്കി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് അല്ലെ. അപ്പം ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ടത് നോം ചോംസ്കി ആണ്. ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് കുട്ടിയുടെ ഈ പറയുന്ന ഭാഷാ വികസനം എന്ന് പറയുന്ന ഓരോ ഘട്ടങ്ങളിലും അതായത് ഇപ്പൊ നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശിശുവികാരവുമായി ശിശുവികാരവുമായി ഏറ്റവും അനുയോജ്യമായത് എന്നിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണ്. ആനന്ദം, ഉത്സാഹം, പ്രക്ഷുബ്ധാവസ്ഥ അല്ലെങ്കിൽ പ്രഹർഷം എന്ന് പറയാണ്. പിന്നെ ഉല്ലാസം. ശിശുവികാരവുമായി ക്വസ്റ്റ്യൻ കേട്ടുള്ള ശിശുവികാരവുമായി ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഞാൻ പറഞ്ഞു ഉല്ലാസം, ആനന്ദം. അടുത്ത എന്താ പറഞ്ഞത്? ഉല്ലാസം, ആനന്ദം, പ്രഹർഷം, ഈ പറയുന്ന പ്രക്ഷുബ്ധാവസ്ഥ. അതോ ഇനി നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞു. അതെന്തുവായിരുന്നു? 3 ഓപ്ഷൻ എടുത്തു. ഇതിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായത്? ഏതാണ്? പ്രക്ഷുബ്ധാവസ്ഥയാണോ? പ്രക്ഷുബ്ധാവസ്ഥ. കാരണം ഒരു കുട്ടി എന്ന് പറയുന്ന അവൻ ഉണ്ടാകെ വീഴുന്ന ആ സമയം തൊട്ട് ആ കുട്ടിയുടെ ഭാഷ അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവൻ അല്ലെ ശിശുവികാരത്തിന്റെ ഏറ്റവും അപ്പർമോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രക്ഷുബ്ധാവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഹർഷം അല്ലെ. അവൻ എന്താണ് കരയുക എന്നുള്ളതാണ് കുട്ടിയുടെ ആദ്യത്തെ ഭാഷ അല്ലെ. അപ്പൊ അങ്ങനെ ഈ കുട്ടി ജനനം മുതൽ ഓരോ ഘട്ടത്തിലൂടെയാണ് കുട്ടിയുടെ ഭാഷാ വികാസം നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. കരച്ചിലുണ്ടാകും, അതുപോലെ തന്നെ കൂയിങ് സൗണ്ട്സ്, കൂജനങ്ങളുണ്ട്, ജൽപ്പനങ്ങളുണ്ട്, ആംഗ്യങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് കുട്ടി അമ്മേ, അച്ഛ അല്ലെങ്കിൽ അവൻ എന്താണ് വിളിക്കുക ആ ഒരു കാര്യങ്ങൾ പറയാൻ തുടങ്ങുക. ആദ്യമൊക്കെ സൗണ്ട്സും ഈ പറയുന്ന കരച്ചിലൊക്കെയിലൂടെയാണ് നമ്മളോട് അവൻ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. പല ഘട്ടത്തിലൂടെ കുട്ടി ഒരു ഔപചാരിക ഭാഷയിലേക്ക് കടന്നു വരുന്നു. ഇതൊന്നും നിങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞതല്ല, കേട്ടിരിക്കുക, മനസ്സിലാക്കുക. എന്താണ് ഇത്? ഒരു പോയിന്റ് ഓർത്തിരിക്കാനുള്ളത്, ആ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ടതാരാണ്? നോം ചോംസ്കി. അതിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, ഒരു ശിശുവിന്റെ ഏറ്റവും ഈ പറയുന്ന അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത് അവന്റെ കരച്ചിലാണ് അല്ലെങ്കിൽ പ്രക്ഷുബ്ധാവസ്ഥയാണ് കുട്ടിയുടെ ശിശുവികാരത്തിന് ഏറ്റവും
ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ഒരു കാര്യം കൂടെ ആ പോയിന്റ് നിങ്ങൾ ഓർത്തോളൂ. അത്രേ ഉള്ളൂ അവിടെ. പിന്നെ ഈ പറയുന്ന ഇനി അതിനുശേഷം നമ്മൾ പറയുകയാണ് ഈ പറയുന്ന നോം ചോംസ്കിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ലാഡ്. നിങ്ങൾക്കറിയാം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്? അതായത് അദ്ദേഹം പറഞ്ഞ എന്താണ്, ചോംസ്കിയുടെ അഭിപ്രായത്തിൽ എന്താണ്, മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ്. അതായത് എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യന് ജന്മസിദ്ധമായിട്ട് ഭാഷ ആർജിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ ആ സംവിധാനത്തെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്, ലാഡ്. അപ്പൊ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ലാഡ് എന്ന് പറയുന്ന ലാഡിന് ലാഡ് ഇന്ന് ഊന്നൽ നൽകിയ വ്യക്തി, അല്ലെങ്കിൽ ലാഡ് കൂടുതൽ ലാഡ് എന്ന് പറയുന്നതിന് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിന് ഊന്നൽ നൽകിയ വ്യക്തി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഇനി അതിനെ നേരെ മറിച്ച് നമ്മൾക്കത് അതിന്റെ ഡെഫിനിഷൻ തന്നെ തന്നിട്ട് അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. രണ്ട് രീതിയിലും തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ലാഡ്. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോം ചോംസ്കിയെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് എന്താണ്, അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ്. ഈ സംവിധാനത്തെയാണ് അദ്ദേഹം ഈ ജന്മസിദ്ധമായി കിട്ടുന്ന ഈ ഭാഷ ആർജിക്കാനുള്ള ഈ സംവിധാനത്തെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്, ലാഡ്. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. അത് ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി അത്രയേ ഉള്ളൂ. ഈ പറയുന്ന നോം ചോംസ്കിയിൽ നമ്മൾ ഏറ്റവും തറവായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. പിന്നെ എന്താണ്, ഒരു പോയിന്റും കൂടെ നമുക്ക് പറയുകയാണെങ്കിൽ സർവഭാഷാ വ്യാകരണം, അതായത് യൂണിവേഴ്സൽ ഗ്രാമർ. അതിന് ഏതെങ്കിലും ഒരു ഭാഷ സ്വായത്തമാക്കിയാൽ പിന്നെ മറ്റേത് ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു പൊതു സ്വഭാവം എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. അതൊന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളുക, ഈ പറയുന്ന എന്താണ് ഈ ലാഡ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളുക. അപ്പം അത്രയാണ് നമ്മുടെ ഈ നോം ചോംസ്കി. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തോളാം കേട്ടോ. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ കയറും. ഇനി ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? അങ്ങനെയാണ് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, നിങ്ങൾ ജസ്റ്റ് കേട്ടോളുക. ഭാഷ സ്വായത്തമാക്കാനുള്ള അഭിവാഞ്ച എല്ലാ കുട്ടികളിലും ഉണ്ട്. ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഡിവൈസ് ലാഡ് എല്ലാ കുട്ടികളും ഉണ്ട്. ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് സ്കിന്നർ, വൈഗോട്സ്കി, ചോംസ്കി, ഗാർഡനർ. ആരാണ്? ചോംസ്കി. ഇനി നിങ്ങളോട് ഒരു കോട്ട് പറയാണ് കേട്ടോ. ഭാഷയെ നിർണയിക്കുന്നത് ചിന്തയാണ്, ഭാഷയെ നിർണയിക്കുന്നത് ചിന്തയാണ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തോളാം. അതാര് പറഞ്ഞതാണ്? പിയാഷെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കോട്ട് നിങ്ങൾക്ക് തന്നിട്ട് നോംസ്കി ഭാഷയാണല്ലോ എന്ന് ഓർത്തിട്ട് നോംസ്കി കൊണ്ട് വെച്ചേക്കരുത്. ആരാണ് ഭാഷയെ നിർണയിക്കുന്നത് ചിന്തയാണ് എന്ന് പറഞ്ഞത്? പിയാഷെയാണ് കേട്ടോ. ആ ഒരു കാര്യം ഒന്ന് ഓർത്തോളുക. ഇനി 2 വയസ്സുള്ള കുട്ടി സ്വയം സംസാരിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. കുട്ടിയുടെ ഈ വ്യവഹാരത്തെ വിശേഷിപ്പിക്കുന്നത് ആത്മകേന്ദ്രീകൃത ഭാഷണം, ആത്മഭാഷണം, പൊതുഭാഷണം, സാമൂഹ്യ ഭാഷണം. ABCD ഏതാ? യെസ്. 2 വയസ്സുള്ള കുട്ടി സ്വയം സംസാരിച്ചുകൊണ്ടാണ് കളിക്കുന്നത് അല്ലെ? കുട്ടികൾ എപ്പോഴും അവർക്ക് കൂട്ടുന്ന അവരുടെ കളിപ്പാട്ടങ്ങളോടും അല്ലെങ്കിൽ അവർ സ്വയം സംസാരിച്ചിട്ടായിരിക്കും അവർ കളിക്കുന്നത്. അപ്പൊ അതെന്താണ്? ആത്മകേന്ദ്രീകൃത ഭാഷണമാണ്. ഓക്കെ. ഇനി ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബയോളജിയിലേക്ക് ഇതൊരു ബയോളജി ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് ഓർക്കും. പക്ഷെ നമ്മുടെ ഈ പറയുന്ന സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം. ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, അല്ലെങ്കിൽ വേറൊരു ചോംസ്കി മേഖല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഓപ്ഷൻ തരികയാണ്. അപ്പൊ നിങ്ങൾ ചോംസ്കി കയറി
കറുപ്പിക്കുമെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതാണ് ഭാഷയമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം? സെർബറോ ആണോ? സെറിബെല്ലാണ്. ഈ സാറ് പറയുന്ന മാത്രം ഞാൻ കേൾക്കുന്നത്, വേറെ ഒറ്റ ആളും ഇവിടെ ആൻസർ പറയുന്നതോ ഒരു കമന്റ് ചെയ്യുന്നതോ ഞാൻ കാണുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നോട് എല്ലാവരും കൂടെ മൈക്ക് ഓപ്പൺ ആക്കി പറയണമെന്നല്ല, നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളൊരു ഇന്ററാക്ഷൻ വരട്ടെ. അപ്പം എന്താണ്, അപ്പം ഭാഷയുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലും പണ്ടും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ സൈക്കോളജിയിൽ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്തോളുക, ഓർത്തോളുക. ഇനി അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി അതിൽ വേറെ ഒന്നുമില്ല അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട്. ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് പോയാലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സാൻമാർഗിക വികസനം അല്ലെ. നമ്മളിപ്പോൾ ഏതാ പറഞ്ഞേ? വളർച്ചയും വികസനവും പറഞ്ഞു, അതിൽ നമ്മുടെ ചാലകശേഷി വികസനം പറഞ്ഞു, അതിനുശേഷം നമ്മുടെ ഭാഷാ വികസനം പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സാൻമാർഗിക വികസനം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നൈതിക വികാസം എന്നൊക്കെ പറയുന്ന. നൈതിക വികാസം എന്ന് കേട്ടാൽ നിങ്ങൾ ഇത് ഏത് വികാസം എന്ന് ഓർക്കേണ്ട, ഏതാണ്? സാൻമാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അപ്പം ആരാണ് സാൻമാർഗിക വികസനത്തിന്റെ വക്താവ്, അല്ലെങ്കിൽ ആരാണ് ഇതിനെപ്പറ്റി വിശദമായ പഠനം നടത്തിയത്? പറയാമോ? കോൾബർഗ്. യെസ്, ആരാണ്? സാറ് പറയുന്നതുകൊണ്ട് വേറെ ആരും പറയണ്ടെന്നോർത്ത് മിണ്ടാതിരിക്കുന്നതാണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാന്ന്? അങ്ങനെയെങ്കിലും നിങ്ങളുടെ അറിയാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പറയണ്ട. നിങ്ങളൊന്ന് റീകോൾ ചെയ്യാൻ നോക്ക്. അപ്പം എന്താണ്, ആരാണ് ഈ സാൻമാർഗിക വികസനത്തിന്റെ ആള്? നമ്മുടെ ഡേവിഡ് കോൾബർഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഓർത്തോളുക. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ സദാചാര കോളുകളൊക്കെ വരുന്നതെന്ന് പറയില്ലേ. അപ്പൊ സദാചാര കോളുകൾ വരുന്നത് എപ്പോഴാണ്? മിക്കവാറും എപ്പോഴാണ് വരുന്നതെന്നുള്ളതല്ല നമ്മുടെ ഇവിടെ കാര്യം. സദാചാര കോളുകൾ നമ്മൾ പറയില്ലേ. അപ്പം സദാചാരത്തിലുണ്ട് സദാചാരം അല്ലെങ്കിൽ സന്മാർഗിക വികസനം. കോളുകൾ എന്ന് പറയുന്നതിനകത്ത് ആരുണ്ട്? കോൾബർഗും ഉണ്ട്. അപ്പൊ സദാചാര കോളുകൾ അല്ലെങ്കിൽ സദാചാര കോളുകൾ വരുന്നതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ ഈ പറയുന്ന ഡേവിഡ് കോൾബർഗ് എന്ന് പറയുന്നത് കോൾ എന്ന് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പം എന്താണ് ഈ പറയുന്ന സന്മാർഗിക വികസനം അല്ലെങ്കിൽ കുട്ടികളുടെ സന്മാർഗിക വികസനത്തെ കുറിച്ച് ആദ്യമായി വിശദമായ ഈ പഠനം നടത്തിയത് ആരാണ്? ഡേവിഡ് കോൾബർഗ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ 3 തലങ്ങളായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന സന്മാർഗിക വികസനത്തെ പറഞ്ഞത്. എന്താണ്? ഒന്നാമത്തെ തലമാണ് വ്യവസ്ഥാപിത പൂർവതലം. വ്യവസ്ഥാപിത പൂർവതലം. ഇനി അതിനെ വേറെ രീതിയിൽ നിങ്ങളോട് ചോദിക്കാം, സദാചാര പൂർവഘട്ടം. സദാചാര പൂർവഘട്ടം. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, ഈ പൂർവം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ആദ്യത്തെ ഘട്ടമായിരിക്കും മിക്കവാറും. കാരണം ഒന്നിന് മുന്നേ ഉള്ള അല്ലെ, ഒന്നിന് മുന്നേ ഉള്ള എന്നല്ലേ അർത്ഥം പൂർവഘട്ടം. അപ്പൊ ഒന്നാമത്തതായിരിക്കും മിക്കവാറും. ആണ് എന്ന് നിങ്ങൾ അങ്ങ് ഓർപ്പിച്ചോളൂ. അപ്പൊ വ്യവസ്ഥാപിത പൂർവ്വതലം എന്ന് ചോദിക്കാം, സദാചാര പൂർവഘട്ടം എന്നും ചോദിക്കാം. അപ്പൊ വ്യവസ്ഥാപിത പൂർവ്വതലം എന്ന് പറയുന്നത് ഒരു 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഘട്ടം. ഇനി അതിനെ വീണ്ടും രണ്ട് ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. വ്യവസ്ഥാപിത പൂർവ്വതലം അല്ലെങ്കിൽ സദാചാര പൂർവ്വഘട്ടത്തെ നമ്മൾ വീണ്ടും 2 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുസരണ. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ വരികയാണ്, കുട്ടി നിന്ന് രക്ഷപ്പെടാനായിട്ട് അനുസരിക്കുന്നു. ഡേവിഡ് കോൾബർഗിന്റെ സന്മാർഗിക വികസനത്തിൽ കുട്ടി ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുസരണ കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? വ്യവസ്ഥാപിത പൂർവ്വതലം. നമ്മൾ അതായിട്ട് എന്താണ്, ഇപ്പം ടീച്ചർ ഹോംവർക്ക് കൊടുത്തുവിടും. ഹോംവർക്ക് ചെയ്യുന്ന എന്തിനു? പിറ്റേന്ന് ടീച്ചറിന്റെ വഴക്ക് കിട്ടാതിരിക്കാൻ, ടീച്ചറിന്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോംവർക്ക് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ ഹോംവർക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ. അപ്പം ശിക്ഷ ഭയന്ന് കുട്ടി എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. അല്ലെ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടി അനുസരണ കാണിക്കുന്നു. അതാണ് ഒന്നാമത്തത്. ഇതൊക്കെ ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഇത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടായിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഒന്നാമത്തത് എന്താണ്? ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുസരണയാണ്. then 2 ഘട്ടം 2 ഏതാണ്? ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള അനുസരണ. എന്ന് വെച്ചാൽ എന്താണ്? അതായത് എൻ്റെ ആവശ്യം എനിക്ക് പൂർത്തീകരിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. അപ്പം എന്താണ്?
ഒരു ഉദാഹരണം പറയാൻ, ഒരു കുട്ടി അവന്റെ കൂട്ടുകാരനോട് പറയാണ്, നിനക്ക് നിന്റെ കളിപ്പാട്ടം എനിക്ക് തന്നാല് ഞാൻ എന്ത് ചെയ്യാം, ഈ മിഠായി ഒരെണ്ണം നിനക്ക് തരാം, അല്ലെ? നിന്റെ കളിപ്പാട്ടം, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയും, നീ എനിക്കൊരു മിഠായി തരുവാണെങ്കിൽ ഈ ഒരു കാറ് ഞാൻ നിനക്ക് ഓടിക്കാൻ തരാം. അപ്പൊ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ ഒരു ആവശ്യമുണ്ട്, അല്ലെ? ആ ഒരു കളിപ്പാട്ടം അവന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവനൊരു ആവശ്യമുണ്ട്, അത് കളിക്കാൻ വേണ്ടി കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ആ ഒരു എന്താണ്, ഒരു കോംപ്രമൈസ്, അല്ലെങ്കിൽ അവരൊരു അനുസരണ കാണിക്കുകയാണ്, അല്ലെ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്. അപ്പം ഒന്നാമത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുസരണ, 2 ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള അനുസരണ. ഇനി നമ്മൾ അടുത്ത തലത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇന്ന് ഇംഗ്ലീഷ് വേണമെങ്കിൽ വ്യവസ്ഥാപിത പൂർവ്വതലത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? പ്രീ കൺവെൻഷണൽ ലെവൽ എന്നാണ് കേട്ടോ, പ്രീ കൺവെൻഷണൽ ലെവൽ. അടുത്ത നമ്മൾ കൺവെൻഷണൽ ലെവലിലേക്ക് പോവുകയാണ്, വ്യവസ്ഥാപിത തലം അല്ലെങ്കിൽ സദാചാരഘട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വ്യവസ്ഥാപിത തലം എന്താണ്? കൺവെൻഷണൽ ലെവൽ. ഇതിലെന്താണ്? 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെ നമുക്ക് വയസ്സ് കണക്ട് ചെയ്യും, 4 മുതൽ 10 വരെ, 10 തുടങ്ങുക, 10 തൊട്ട് 13 വയസ്സ് വരെ. ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു കാലഘട്ടത്തിന്റെ വയസ്സൊന്ന് നോക്കിക്കേ, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൗമാരഘട്ടമാണ്, അല്ലെ? കൗമാര കാലഘട്ടമാണ്. ആ കൗമാര കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യമേ ഒരു പോയിന്റ്, എന്താണ്? പിയർ ഗ്രൂപ്പുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെ? ആൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ടും, അല്ലെങ്കിൽ പെൺകുട്ടികൾ പെൺകുട്ടികളായിട്ടും, അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടും, എങ്ങനെയാ അവർ പിയർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകൂടുക, സൗഹൃദം സ്ഥാപിക്കുക, ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥാപിത തലത്തിൽ നമ്മൾ പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പിയർ ഗ്രൂപ്പുമായിട്ട് ബന്ധം പുലർത്തുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ എന്താണ്? കുട്ടിക്ക് ശരിയും അവൻ എന്താ പറയാ നല്ല ആൺകുട്ടി, നല്ല പെൺകുട്ടി എന്ന് വിളിക്കാൻ ആഗ്രഹം, അതായത് ഗുഡ് ബോയ് ഗുഡ് ഗേൾ നമ്മൾ പറയിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്ന് പറയും. നമ്മൾ അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളെ ശ്രമിക്കുന്നു. ആ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യവസ്ഥാപിത തലം. ഇനി അതിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ പറയുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളോട്. ഇപ്പൊ നമുക്കറിയാം 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെ, അപ്പൊ അത്യാവശ്യം കൗമാര പ്രായമായ, അത്യാവശ്യം എന്താ പറയുന്നത്, ഈ പറയുന്ന എന്താണ് വിവരമൊക്കെ ആയ കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ അവരെന്ത് ചെയ്യുന്നു? ഈ പിയർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു. അവരുടെ ശരിയും തെറ്റും ഒക്കെ എന്താണ്? ഈ പിയർ ഗ്രൂപ്പിലെ ശരിയും തെറ്റുമാണ്. അതുപോലെ തന്നെ നല്ല കുട്ടി നല്ല ആൺകുട്ടി എന്ന് പറയിപ്പിക്കാൻ നോക്കുന്നു. ഇനി നാലാമത്, അല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്ന, ഇതിന്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഞാൻ പറയുന്നത്, ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളോട് ബന്ധം. അപ്പൊ നമ്മൾ പറയാണ്, അപ്പം ലൈസൻസ് കിട്ടണമെങ്കിൽ പ്രായപൂർത്തിയാവണം, അല്ലെ? അപ്പൊ +2 പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ പോട്ടെ, അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന യു പി കഴിഞ്ഞിട്ട് 8ലോ 7ലോ ഒക്കെ ആയിരിക്കും. പക്ഷെ വീട്ടിലൊരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അത് വീട്ടിലെ മുറ്റത്തോടെയെങ്കിലും അവൻ ഓടിക്കാൻ നോക്കും, അല്ലെ? അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവനറിയാം അവൻ ലൈസൻസ് കിട്ടാൻ പ്രായമായില്ല, പക്ഷെ അവനെന്താണ്, ആ ആഗ്രഹം കൊണ്ട് അവൻ ആ വണ്ടി ഓടിക്കും, അല്ലെ? അപ്പൊ പക്ഷെ അവനത് പുറത്ത് കൊണ്ടുപോകാൻ അവന് പറ്റില്ല, കാരണം അവനെന്താണ്, ഈ പറയുന്ന നിയമമുണ്ട്, അത് ശിക്ഷാർഹമാണെന്ന് അവനെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന നിയമങ്ങളോട് ബന്ധം പുലർത്തുന്ന ഘട്ടം. അപ്പം വ്യവസ്ഥാപിത തലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പിയർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്ന ഘട്ടമാണ്, നല്ല കുട്ടി നല്ല ആൺകുട്ടീനെ പറയിപ്പിക്കുന്ന ഘട്ടമാണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളോട് ബന്ധം പുലർത്തുന്ന ഘട്ടമാണ്. ഇനി മൂന്നാമത്തെ ഘട്ടമാണ് വ്യവസ്ഥാപിതാനന്തര തലം, അല്ലെങ്കിൽ സദാചാരാനന്തര ഘട്ടം. എന്താണ് വ്യവസ്ഥാപിതാനന്തര തലം? എന്താണ്? 13 വയസ്സ് മുതൽ അവിടുന്ന് കണക്ട് ചെയ്യുക, 13 18ലോട്ട്, 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. ഇവിടെ എന്താണ്? നമുക്കറിയാം എന്താണ്, കൗമാരത്തിൽ നിന്ന് പതുക്കെ ഒരു പ്യൂബേർട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ്, മലയാളം എന്താണ്, പ്രായപൂർത്തിയിലേക്ക് എത്തുന്നു, അല്ലെ? 18 വയസ്സൊക്കെ. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുട്ടി എന്താണ്, അവന് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവൊക്കെ, അപ്പൊ യുക്തിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഘട്ടമാണ്. അതുപോലെ മനസാക്ഷി, നീതിബോധം എന്നിവയൊക്കെ എന്താണ്, ഈ ഒരു ഘട്ടത്തിലാണ് കുട്ടിക്ക് വികസിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? ആണോ? ക്ലിയർ ആയി മിസ്സേ. ഓക്കെ. അപ്പം 3 ഘട്ടങ്ങളാണുള്ളത്: വ്യവസ്ഥാപിത പൂർവ്വതലം, വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിതാനന്തര തലം. 3 തലം. അതിൽ 3 ഓരോ ഘട്ടത്തിലും 2 ഘട്ടങ്ങൾ വീതം തിരിച്ചിട്ടുണ്ട്. ആ 2 ഘട്ടങ്ങൾ, അതിന്റെ പ്രത്യേകത, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് 2-3 ക്വസ്റ്റ്യൻ നോക്കാം. കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ പെടാത്തത്: വ്യവസ്ഥാപിത പൂർവ്വതലം, ആശയാദന തലം,
വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിതാനന്തര തലം. ഏതാണ്? ആശയതലം. ബി. യെസ്, ബി ആണ് അല്ലെ. ആശയാധാന തലം എവിടെ പോകുന്നത്? നമ്മുടെ പിയാഷയിലേക്ക് പോകുന്നത് അല്ലെ. അപ്പം ഇവിടെ ഏതാണ്? ഓക്കെ, ബി. സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പഠനം നടത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചാടി പറയും. അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിക്കാം. സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നൈതിക വികാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ ഉൾപ്പെടുന്നത് കോൾബർഗ്, അസുബൽ, നോം ചോംസ്കി, പിയാഷെ. കോൾബർഗ്. താഴെ പറയുന്നവയിൽ വ്യവസ്ഥാപിത പൂർവ്വതലം ഏത്? വ്യവസ്ഥാപിത പൂർവ്വതലം സമവയസ്കരുമായി ബന്ധം പുലർത്തുന്നത്, സാമൂഹിക നിയമങ്ങൾ അനുസരിക്കുന്നത്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുസരണ, നീതിബോധത്തിന്റെ ഘട്ടം. സി. സി അല്ലേ? കാരണം എന്താണ്? ശിക്ഷയിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോഴേ നാളെ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. എന്താ അവിടെ ചോദിച്ചേക്കുന്നത്? വ്യവസ്ഥാപിത പൂർവ്വതലം. അപ്പൊ ഒന്നാമത്തെ തലം അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആകെ പാടെ ഒരു കാര്യമുള്ളൂ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുസരണ അല്ലെ. ഇനി അടുത്തതാണ്, രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് സ്കൂൾ നിയമങ്ങൾക്കെതിരാണെന്നാണ് അവന്റെ അഭിപ്രായം. കോൾബർഗിന്റെ നൈതിക വികാസത്തിന് ഏത് ഘട്ടത്തിൽ രോഹിത്തിനെ ഉൾപ്പെടുത്താം? തരുന്നില്ല, നിങ്ങൾക്ക് പറയാം. 1, 2, 3 ഏത് ഘട്ടത്തിലാ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. 2. ഏതാണ്? വ്യവസ്ഥാപിത തലം അല്ലേ. യെസ്. രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറുന്നത് കോൾബർഗിന്റെ ഏത് സാൻമാർഗിക വികസന ഘട്ടത്തിലാണ്? ഏതാ? 1, 2, 3 ഏത് തലത്തിലാ? നല്ല ശിക്ഷയെ ഭയന്ന് അനുസരിക്കുന്ന ഒന്നാമത്തെ തരത്തിലാണ്. ഓക്കെ. അപ്പം ഈ രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ആൻസർ എഴുതിക്കോളൂ, ആൻസർ തറപ്പിച്ചോളൂല്ലോ. അപ്പൊ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാൻമാർഗിക വികസനം കോൾബർഗ് സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പിയാഷേനെ നോക്കാം. പിയാഷയുടെ നമുക്ക് മുഴുവൻ പറയാനുള്ള സമയമില്ല, എങ്കിലും നമ്മൾ അതിന്റെ ജസ്റ്റ് തുടങ്ങി വെക്കാം. പിയാഷയുടെ സാൻമാർഗിക, ഇത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ നമുക്കറിയില്ല അല്ലെ. ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ ഡെപ്തിലേക്കും പാറ്റേണും എല്ലാം മാറിക്കൊണ്ട് ട്രെൻഡ് വരെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതാണോ പഴയ രീതി ചോദിച്ച പോലെ ഒന്നും അല്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഓർത്തു വെച്ചോളൂ. ആ ഒരു ഭാഗമാണ് ഈ പറയാൻ പോകുന്ന പിയാഷയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ. ആദ്യം പറഞ്ഞത് കോൾബർഗിന്റെ രണ്ടാമത് പിയാഷയുടെ. അതില് പറയുന്ന ഇദ്ദേഹത്തിന്റെ വികസന ഘട്ടങ്ങൾ 4 ഘട്ടങ്ങളാണ്. അതിൽ 1, 2 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 ഘട്ടം വരെയാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. എന്നാലും അപ്പം ഒന്നാമത്തെ ഘട്ടമാണ് അനോമി, ജനനം മുതൽ 5 വയസ്സ് വരെ. അനോമി, ഹെട്രോണമി അതോറിറ്റി, ഹെട്രോണമി റെസിപ്രോസിറ്റി, ഹെട്രോണമി അഡോളസൻസ്. 4 സ്റ്റേജസ് അല്ലെങ്കിൽ 4 ഘട്ടങ്ങൾ കിട്ടിയോ? അനോമി, ഹെട്രോണമി അതോറിറ്റി, ഹെട്രോണമി റെസിപ്രോസിറ്റി, ആട്ടോണമി അഡോളസൻസ്. അതിൽ ജസ്റ്റ് ഓരോന്നും പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ ഏതാണ്? അനോമി അല്ലെ. അനോമി ജനനം മുതൽ 5 വയസ്സ് വരെയാണ്. ഈ ഘട്ടത്തിൽ എന്താണ്? സാൻമാർഗികമോ അസന്മാർഗികമോ എന്ന ചിന്ത കുട്ടിക്കില്ല. നോക്കിക്കേ, ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള സമയമാണ്. ആ സമയത്തുള്ള കുട്ടിക്ക് ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, അത് സന്മാർഗികമാണോ, ഇത് അസന്മാർഗികമാണോ എന്ന് അറിയാമോ? ഇല്ല, തീർച്ചയായിട്ടും അറിയില്ല. ആ ഒരു കാര്യം തന്നെ ഓർത്താൽ മതി. എന്താണ്? ഈ ഘട്ടത്തിൽ സന്മാർഗികമോ അസന്മാർഗികമോ എന്ന ചിന്ത കുട്ടികൾക്കില്ല. അടുത്തത് ഹെട്രോണമി അതോറിറ്റി. നോക്കിക്കേ, ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് എന്താന്ന് കിട്ടും. ഹെട്രോണമി അതോറിറ്റി എന്താണ്? ഒരു അതോറിറ്റിയെ ഭയന്ന് അല്ലെങ്കിൽ അതോറിറ്റിയെ അനുസരിക്കുന്നു എന്ന് ഓർത്താൽ മതി. എന്താണ്? 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള സമയമാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് പ്രതിഫലവും ശിക്ഷയുമാണ്. നോക്കിക്കേ, പ്രതിഫലവും ശിക്ഷയും. അപ്പൊ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ വരികയാണ്, പിയാഷയുടെ ഹെട്രോണമി അതോറിറ്റി എന്ന ഘട്ടം കോൾബർഗിന്റെ നൈതിക വികാസ ഘട്ടങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്ന് പറഞ്ഞേ. ഒരാൾക്ക് ആൻസർ ഉള്ളോ? ഏത് ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നാം ഘട്ടമായിട്ടല്ലേ. കാരണം എന്താണ്? ഈ പറയുന്ന
പ്രതിഫലവും ശിക്ഷയെന്ന് പറയുന്ന ഒന്നാം ഘട്ടത്തിൽ നമ്മൾ പഠിച്ച, അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഹെട്രോണമി അതോറിറ്റി ഈ എന്താണ് പ്രായത്തിലുള്ള കുട്ടികളുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് പ്രതിഫലവും ശിക്ഷയുമാണ്. അപ്പം നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പ്രതിഫലവും ശിക്ഷയും കുട്ടിയുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന പിയാഷെയുടെ നൈതിക വികാസ ഘട്ടം ഏതാണ്? ഹെട്രോണമി അതോറിറ്റി. തിരിച്ചും മറിച്ചും സ്വയം തിരിച്ചും മറിച്ചും ചിന്തിച്ചോളുക. ഇനി അടുത്തതാണ് ഹെട്രോണമി റെസിപ്രോസിറ്റി. എന്താണ്? 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെ നമുക്കറിയാം ആ കാലഘട്ടം എന്താണ്? പിയർ ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പുമായുള്ള ബന്ധത്തിൽ അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, അവർക്ക് അവരുടെ കൂട്ടുകാരുടെ സുഖങ്ങളും ദുഃഖങ്ങളും അവരുടെ സങ്കടങ്ങളും എല്ലാം അവരുടെ, അല്ലാണ്ട് ഈ പറയുന്ന കൂട്ടുകാരുടെ സന്തോഷമാണോ അവർക്ക് സന്തോഷം, കൂട്ടുകാർക്ക് സങ്കടമാണോ അവർക്ക് സങ്കടം, ആ ഒരവസ്ഥ. അതായത് എന്താണ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എന്താണ്, അവരുടെ ദുഃഖങ്ങളും വേദനകളും സന്തോഷവും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രായം. ഇത്രയൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും ആദ്യത്തെ ഒന്നും രണ്ടും സ്റ്റേജ് നിങ്ങളൊന്ന് ഓർത്തോണം. രണ്ടാമത്തത് ആ പ്രായം വെച്ചിട്ട് എന്താണ്, പിയർ ഗ്രൂപ്പ് കൂടുതൽ ബന്ധം പുലർത്തുന്ന ഘട്ടമാണ്. അവിടെ എന്താണ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖങ്ങളായി കാണപ്പെടുന്നു. നാലാമത്തെ അഡോളസെൻസിലേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് പറയാം എന്താണ് അഡോളസെൻസ്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ കുട്ടികളിലെ എന്താണ് സാൻമാർഗിക ബോധം. നമ്മൾ കോൾബർഗ് പറഞ്ഞതും അവസാനത്തെ ഘട്ടം വന്നപ്പോഴത്തേനും കുട്ടികളെല്ലാം യുക്തിപൂർവ്വം ചിന്തിക്കുന്നു, ധാർമ്മിക ബോധം, മനസ്സാക്ഷി, നീതിബോധം, അല്ലെ? അപ്പൊ ഇവിടെയും എന്താണ്, അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടികളിൽ എന്തുണ്ടാവുന്നു? ഈ പറയുന്ന സാൻമാർഗിക ബോധമൊക്കെ ഉണ്ടാവുന്നു. അവന് ഈ പറയുന്ന ന്യായം, നീതി, സാൻമാർഗികത്വം ഇതൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. അതാണ് ഈ പറയുന്ന ഓട്ടോണമി അഡോളസെൻസിലേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്ലിയർ ആയി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നുള്ളത് മാത്രം. ക്ലിയർ ആയി ടീച്ചറെ. ക്ലിയർ ആയി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത നാളത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾ മാക്സിമം പഠിച്ച് റീകോൾ ചെയ്ത് നല്ല സെറ്റാക്കി വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ പറയാം. സാറേ, എന്തോ മോനെ? അടുത്ത ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു 5 ചോദ്യവും കൂടെ ഒരു 5 പേരെ വരെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം മനസ്സിലായി നമുക്ക് അറിയുകയും കൂടെ ചെയ്യാലോ. ഓക്കെ സാറേ. നാളെ മുതലേ ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ് അല്ലേ, നാളെ തൊട്ട് നമുക്ക് അതും കൂടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും ലീവ് ചെയ്തോളൂ കേട്ടോ. നമുക്കിപ്പോ ഇത് കഴിയുമ്പോ 9 മണിക്ക് മലയാളത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. താങ്ക് യു മിസ്. താങ്ക് യു.